ഓക്കെ നടന്നോ, നേരം പോക്കണ്ട, എല്ലാവരും വെയിറ്റിങ്ങാ. സമയം 9:05. ഒന്നില്ല പാവം, ഒന്നില്ല കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം പൊതിഞ്ഞിട്ടേനു, ഇപ്പൊ ഒന്ന് മാറ്റിയതാ. ചൂരിക്കുന്നുണ്ടോ അവക്ക്? എന്റെ വര സമയം 3:30 3:30 ആ, നമുക്ക് ഓരോ എണീക്കാനായി, അത്താഴം കഴിക്കാനായി. മറ്റേ ഇന്ന് മുറ്റിന്റെ സുന്നത്താണ് കേട്ടോ. ഇന്ന് സുന്നത്താണ് എന്റെ സുന്നത്താണല്ലേ. കരയിലുണ്ടാവോ എന്നോ അറിയൂല. എന്താ പറഞ്ഞേരം എനിക്ക് മനസ്സിലായോ എന്തിനാ പോയിരിക്കുന്നേ? നമ്മളല്ലോ എനിക്കിങ്ങനെ എന്റെ സുന്നത്തിന്റെ സമയല്ല ഓർമ്മ വരുന്നത്. എന്നെ വേറെ പറ്റിച്ചു കൊണ്ടുപോയതേനും. അതെല്ലാരും അങ്ങനെ വലുതായാല് എന്റെതല്ല വേറെ ആളതാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടേനും. അതെ, ഫോൺ ഇപ്പം കുട്ടികൾ ഇപ്പം ചെയ്താലോ അത് അറിയൂലല്ലോ അല്ലേ. അറിയാത്ത പ്രായത്തില് പള്ളി കൂടാലല്ലോ നമുക്ക് ഉഷാറായിട്ട് അങ്ങനെ കഴിക്കൂ. അങ്ങനെയാണല്ലേ നമ്മളെല്ലാം പറഞ്ഞാൽ ഇത് റെഡിയാകുന്ന പള്ളി കൂടൽ അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പൊ അധികം കുട്ടികളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നല്ലേ സുന്നത്ത്. വലുതായിട്ട് ചെയ്യുന്നത് ഒരു കഴിഞ്ഞിട്ട് കുറച്ച് മാറിയിട്ടാണ് പള്ളിയിൽ പോക്ക് വെക്കുക. അന്നൊരു പരിപാടി വെക്കും. അതെ, അതുപോലെ നമുക്ക് മുറ്റിന്റെ പള്ളിക്കൂരൽ വെക്കാട്ടോ. ഇതിപ്പോ അറിയാണ്ട് അങ്ങ് ചെയ്താല് മുറ്റിന് വേദന ഉണ്ടാവില്ല. അപ്പോ ഞാനല്ല എത്ര വേദന എനക്കത് ഇപ്പൊ ഓർക്കാനാവുന്നില്ല. എന്താടാ പിന്നെ അത് വലുതായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വൈബ് പറയാന് കേട്ടാ. നമുക്ക് ഹോർലിക്സ് മുട്ടയോ ഓരോന്നൊക്കെ ഇങ്ങനെ തിന്നാനെല്ലാം കിട്ടുമായിരുന്നു. ചക്കരക്ക് ഇപ്പൊ സമയത്ത് എന്നിട്ട് വേദന വേണ്ടി വരും, ദേഷ്യം ഉണ്ടാവൂല. അങ്ങനെ അറിയുന്നേക്കാ അന്നും കഴിക്കാനുള്ളൊരു. ഞാനും കഴിച്ചീന് എനക്ക് അന്നേരേ ഒരു എന്താടാ നോക്കുന്നേ. മറ്റേ മുത്തിനെ കാണുമ്പോ സങ്കടാന്ന്. കൊച്ചു കഴിഞ്ഞ മുട്ടി കരയരുത് കേട്ടോ. കരയരുതേ, വേഗം മാറിപ്പോയാൽ ആയിട്ട് നിക്കണം കേട്ടോ. കരയോടാ കരയോടാ ഇല്ലാടാ. എന്നാ പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലെല്ലാം കാണാം. ഏത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ ഒറ്റ മുറ്റിൻ്റെ ഒരു കളിക്കുന്ന അല്ലേ. ഇന്ന് അവന് ഫുൾ കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ തുപ്പിക്കഞ്ഞായി ഒരു ഛർദിച്ചോ? കൊച്ചു ഛർദിച്ചോയോ? എന്തിനാടാ ഛർദിച്ച്? ഇന്ന് ഫുള്ള് കരച്ചിലും കാര്യമെല്ലാം ആയിരിക്കും. അങ്ങനെ കരയൊന്നും ഇല്ലാണ്ട് ഇതിന് വേദന ഉണ്ടാവൂലോ അല്ലേ? കുറച്ചെന്തായാലും ഉണ്ടാവോ? ചില കുട്ടികൾ വാശിടിച്ച് കരയും. ഇന്ന് മുറ്റു വാശി പിടിക്കരുത് കേട്ടോ. ഭാവിയായിട്ട് നല്ല ഭാവിയായിട്ട് ഇരിക്കണം കേട്ടോ. 4:30 ആയിക്കേ ഉള്ളൂ. ഇപ്പം തന്നെ ചോറ് തിന്നാല് ഞാൻ 4:45 അല്ല 5:10 വന്നത്. ഞങ്ങൾക്ക് 5:17. നിങ്ങളെല്ലാം കൂടി ഓനെന്താക്കുന്ന സുന്നത്തിന് കൊണ്ടുപോകുമ്പോൾ ഒരുങ്ങിയിട്ട് പോകണ്ടേ അല്ലേ? ഓർമ്മയാണല്ലേ. നല്ല ഉറക്കില്ല. ഓ അങ്ങനെ തന്നെയാ. തൊപ്പി ഇതിന്റെ തൊപ്പിയാ? കണ്ണെഴുതണ്ടേ? ഒരു കുത്തിട്ട് കൊടുക്കൂല മുഖത്ത്. വേണ്ട എനിക്ക് പറഞ്ഞ തൊപ്പിയിട്ട് കൊടുത്തോ. ഇന്നലെ പറയാന്ന് കുഞ്ഞോനെ വിളിക്കണമെന്ന്. ഞാൻ പറയുന്നത് ഫോട്ടോ കിട്ടണം. ഏത് തുണിയാ? സുബറ മാത്രം വിരിക്കാണോ?
ഏത് ആ ഒരു ഷീറ്റ് വിരിച്ചാ നല്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇനി പോവല്ലേ വാവേനെടുത്തോ. ഓക്കെ നടന്നോ, നേരം പോക്കണ്ട, എല്ലാവരും വെയിറ്റിംഗാ. സമയം 9:05. ഏത് അല്ല ടർക്കി ഒന്നും വേണമെന്നില്ല, ഒന്ന് പിടിച്ചാ മതി. തൊപ്പിയോ എല്ലാം ഇട്ടിക്കില്ലേ, തല തല എടുത്താ എന്നിട്ട് പോയാ മതി. അത് പ്രശ്നം 1/2 മണിക്കൂർ മതി നമുക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. അത് പിന്നെ കിട്ടൂല. വിചാരിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ സ്വിഫ്റ്റിലാണ് പോകുന്നത്. മിന്നുവിൻ്റെ ആങ്ങളേൻ്റെ വണ്ടിയാണ്. നമ്മളെ വണ്ടിയിൽ ലെഗ് സ്പേസ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ സുന്നത്ത് ചെയ്താൽ ഇടങ്ങാറായിരിക്കും കുഞ്ഞിനിരിക്കാനൊക്കെ. അതുകൊണ്ട് നമ്മൾ ഓനോട് വണ്ടി വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. ഇന്നലെ വാവ തീരെ ഉറങ്ങിയില്ലേനു, അതുകൊണ്ട് ഞാനും തീരെ ഉറങ്ങിയില്ല. അതുകൊണ്ട് കണ്ണിങ്ങി തുറന്നിട്ട് കിട്ടുന്നില്ല കേട്ടോ, കഷ്ടപ്പെട്ട് കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെത്തി. ഇവിടെ മുക്കം വലിയ പറമ്പ് സെൻട്രൽ ക്ലിനിക്ക് എന്നാട്ടോ അതിൻ്റെ പേര്. ഇവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്, തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു 10:30 മണിയാക്കി. രാവിലെ 7:30 മുതൽ 11:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ സുന്നത്ത് ഏകദേശം പെട്ടെന്നല്ല, ഇവിടെ നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12:30 ആയിക്കും നമ്മളിത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ സുന്നത്തും കഴിഞ്ഞ് നമ്മൾ വേഗം ഇങ്ങ് വണ്ടിയിലേക്ക് കയറിയതാണ്. ഇനി വാവ കരയുന്നതിൻ്റെ ഒക്കെ മുമ്പ് ഓനിപ്പോൾ ചെറിയൊരു ഉറക്കിലാണ്. ഓന് എണീക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്തണം കേട്ടോ. അതിന് പെട്ടെന്ന് നടന്നിങ്ങ് പോകുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സുന്നത്ത് ചെയ്ത് സെൻട്രൽ ക്ലിനിക്കിൽ എന്ന് പറഞ്ഞിട്ട് മരുന്നും ചോക്ലേറ്റൊക്കെ ഓല് എല്ലാ മക്കൾക്കും കൊടുക്കുന്നതാണ്. മക്കളെല്ലാം സുന്നത്തും കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു കവറും പിടിച്ച് ചിരിച്ചുകൊണ്ട് വരുന്ന കാണാം. മോനിപ്പോൾ ചെറുതായതുകൊണ്ട് മോനിക്കിപ്പോൾ എന്തായാലും മുട്ടായിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വേറെ എന്തോ ഇതിലുള്ള പാൽ കൊടുക്കാട്ടോ അവർക്ക്. മുട്ടായി ഒന്നും മാറ്റിയാൽ ഇതിനകത്ത് ഗ്ലാസ്സൊക്കെ ഉണ്ട്. രണ്ട് നല്ല അടിപൊളി ജ്യൂസ് ഗ്ലാസ് ഉണ്ട്. സൂപ്പർ ഗ്ലാസ്സാണ്. പിന്നെ ഡോവ് സോപ്പ്, ഇതാണ് ഗ്ലൂക്കോസ് പൊടി. ഇതാണ് 1 തുള്ളി 3 നേരം. ഇതാ പൊടി ഇട്ട് കൊടുക്കണ്ടേ, പൊടി ഇതാ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കേട്ടോ. നമുക്ക് ഇപ്പം വേണ്ടിയത് ഇതാണ് 10 തുള്ളി വേദന ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ. ഇതിപ്പം പാൽ കൊടുത്ത വാർഡ് കൊടുക്കാൻ പറഞ്ഞിക്ക്. ബാക്കിയൊക്കെ പിന്നെ ഇത് പിന്നെ അതിന് ശേഷം. റമീസ ഓനാ സുന്നത്ത് ഇതെങ്കിലും മുട്ടായി അല്ലേ എനിക്കാ. റമീസിനെ കുറച്ച് ബൂസ്റ്റും മുട്ട ഒതുങ്ങിയെല്ലാം കൊടുക്കല്ലേ. ഇഞ്ചി എത്ര വയസ്സിലായിരുന്നു സുന്നത്ത് ചെയ്തേ? എനിക്ക് ഫ്രൂട്ടി വാങ്ങി തരാന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലേ ഞാൻ UKG പഠിക്കുമായതല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നേരത്തെ വീഡിയോ അങ്ങ് നിർത്തിയതേനു. അങ്ങനെ സുന്നത്ത് ഇത് കൊണ്ടുവന്ന് മുട്ടായി എല്ലാം കാണിച്ച് അങ്ങനെ നിർത്തിയല്ലേ. ഇപ്പോൾ സമയം പുലർച്ചയായിട്ടോ, അത്താഴം കഴിക്കാൻ ഈച്ചയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ ഓരോരുത്തർ മാറി ഇപ്പോൾ രാത്രി ഞാൻ നിന്ന് ഇനിയിപ്പോൾ വേറെ ഉമ്മയോ എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുന്ന കാലിങ്ങനെ തട്ടിപ്പോവല്ലോ. അപ്പോൾ കാലിങ്ങനെ പിടിച്ചു വെക്കണം. സുന്നത്ത് ചെയ്ത അനുഭവങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടെ. നമ്മൾ ചെറിയ മക്കളെ നമ്മളൊക്കെ ഒരു കുറച്ച് വയസ്സായതിന് ശേഷമല്ല ചെയ്തത്. അപ്പോൾ പിന്നെ അന്നേരം വേറൊരു ഇതായിരിക്കും. ഇപ്പം ചെറിയ കുട്ടികളെയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. കാരണം വലുതാകുമ്പോൾ അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് അല്ലേ. ഇപ്പോൾ ചെറുപ്പത്തിൽ ആ മോലത് അറിയുന്നില്ല. ഓല് അങ്ങനെ റെഡി ആയിക്കോളുമല്ലോ. ഓല ആ പ്രായം പോലെ ആ ഒരു വേദനയും കാര്യമൊന്നും അറിയുന്നില്ലായിരുന്നു. ചെറിയ പ്രായമല്ലേ, 2.5 മാസമല്ലേ ആയിക്കുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അത് അറിഞ്ഞതാണ്. പണ്ടിങ്ങനെ ചുറ്റിക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഫുള്ള് അങ്ങനെ വേദനയില്ലാത്ത ആ രീതിയിലാണ്. എന്നാലും ചെറിയ വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തട്ടാണ്ട് നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ കളിക്കുമല്ലോ. അപ്പോൾ കാല് പിടിച്ച് വെക്കണം രാത്രി മൊത്തം. കാല് പിടിച്ച് വെച്ച് അതിനിപ്പോൾ
പകലും 3 ദിവസത്തേക്ക്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഇനി നാളെയും മറ്റന്നാളും കൂടെ. അപ്പോൾ എന്നാൽ പിന്നെ ഫുഡ് കഴിക്കട്ടെ. ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്നലെ ഉറങ്ങിക്കില്ല, മെഞ്ഞാന്നും ഉറങ്ങിക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ ഉറക്കി കിട്ടി. എനിക്കെന്ന് പറഞ്ഞാൽ കുറേ കിടന്ന് ഉറങ്ങണം, 7 മണിക്കൂർ തന്നെ ഉറങ്ങണം, അങ്ങനെയല്ല ഉള്ളത്. ഇല്ലെങ്കിൽ എന്തോ ഒരു എനർജി കിട്ടാത്ത പോലെ. കുറച്ച് ഉറങ്ങി എണീക്കുന്ന എനിക്ക് ശരിയാവില്ല. ഇനി അതൊക്കെ റെഡിയാക്കി വരണം, ഉണ്ടാക്കി ശരിയാക്കി വരണം. അതൊന്നും ഇനി നടക്കൂലെന്ന്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുക. അപ്പോൾ സുന്നത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മക്കളെ സുന്നത്ത് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളും, അല്ല അവരെന്ത് കളവ് പറഞ്ഞാണ് സുന്നത്തിന് കൊണ്ടുപോയി. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ കളവൊക്കെ പറഞ്ഞ് കൊണ്ടുപോകേണ്ടി വരുള്ളൂ. അപ്പോൾ ചെറിയ മക്കളാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.